കുറച്ച് നാളായിട്ടുള്ള എൻ്റെ വീഡിയോകളിൽ എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് മമാർത്തിൻ്റെയാണ് കേട്ടോ. അപ്പം കൂടുതൽ എല്ലാവർക്കും അറിയാമായിരിക്കും മമാർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ എന്താ പറയുക കെമിക്കൽ ഇല്ല എന്നുള്ള ആ ഒരു അറിവ് കാരണമാണ് നമ്മളെല്ലാവരും ഇതിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു യൂസിങ് ഇങ്ങനെയാണ്, കാരണം അത് ഓവറായിട്ട് അതിനെങ്ങനെ പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മെത്തേഡിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പുതിയത് കണ്ടു കഴിയുമ്പോൾ അത് എടുക്കുള്ളൂ. ഈ ഈ എന്താ പഴയത് യൂസ് ചെയ്യില്ല നമ്മൾ അല്ലേ. എന്നെ പോലെ ഉള്ള പല ആൾക്കാരും ഉണ്ടാവും, നമ്മൾ ഈ പേസ്റ്റിൻ്റെ അവസാനത്തെ ഇതുവരെ മുക്കി എടുക്കുന്ന ആൾക്കാർ. അങ്ങനെ അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഞാൻ പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, കാണാൻ റെഡി ആയിട്ടിരുന്നോളൂ ഗൈസ്. അങ്ങനെ ഇതാണ്. അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു മമായർത്തിന്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് മമായർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മമായർത്തിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതിൻ്റെ ഫുള്ള് അതിൻ്റെ മറ്റേ ഒട്ടിക്കുന്ന ടാപ്പൊക്കെ ഇല്ലേ, ടാപ്പ് എന്നല്ലേ പറയാം, ഇൻസുലേഷൻ ടാപ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇൻസുലേഷൻ ചെയ്യണതല്ലേ, അല്ലാണ്ട് പാക്കിംഗ് ടാപ്പ് അല്ലേ. പാക്കിംഗ് ടാപ്പൊക്കെ മമായർത്ത് എന്ന് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഞാൻ ഓൺ സൈറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, അല്ലാതെ വേറെ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നൊന്നല്ല, മമായർത്തിൻ്റെ ഓൺ സൈറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതൊരു വെപ്രാളത്തിൻ്റെ പൊട്ടിക്കലാണ്. ബാക്ക്ഗ്രൗണ്ടും എന്നെയും നോക്കണ്ട കേട്ടോ, ഞാൻ ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതെ ഫോൺ അടിക്കുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ വെപ്രാളം കൂടിയത് കാരണം മാക്സിമം ലംബാക്കി പൊട്ടിക്കാം. അപ്പോൾ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇതേ കുറച്ച് നാളായി വാങ്ങിയിട്ട് അൺബോക്സിങ് വീഡിയോ ഇന്ന് എടുക്കുന്നത് കാരണം കേട്ടോ. ഇന്ന് ഞാനൊരു നല്ല ഡ്രസ്സ് ഇട്ടത് കാരണം ഞാൻ വളരെ മോശം ഡ്രസ്സിങ് ചെയ്തിട്ട്, നല്ല ഡ്രസ്സെന്ന് വെച്ചാൽ പുറത്തേക്ക് പോയത് കാരണം ഇട്ടിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഞാൻ മോശം ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നു, അതായത് എൻ്റെ നൈറ്റ് ഡ്രസ്സസ് നൈറ്റ് വെയേഴ്സ് ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപമുള്ളത് കാരണം പരക്കെ ആക്ഷേപം എന്ന് പറയാം. പിന്നെ മേക്കപ്പ് ഇല്ലാണ്ട് ഇടുന്നു എന്നുള്ളതൊക്കെ. ഞാൻ വീട്ടിൽ സാധാരണ മേക്കപ്പ് ഇല്ലാണ്ടാണ് എടുക്കാറ്, അതുകൊണ്ടാണ് ഗൈസ്. അതാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിങ്ങനെ എന്തോ സാധനത്തിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. വാവ്, ഇതാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ എനിക്ക് മമായർത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങുക. മമായർത്തിൻ്റെ ഇങ്ങനത്തെ ഓഫറുള്ള സമയത്ത് ഭയങ്കര നൈസാണ്. മമായർത്ത് പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മമായർത്ത്. പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ എനിക്ക് മമായർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മമായർത്തിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുള്ള ടൈമിൽ തന്നെ വാങ്ങാം. കാരണം ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പൈസയെ നമുക്ക് ആവണുള്ളൂ കേട്ടോ. ഇതാണ് 499 ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് നമുക്ക് ഈ 499 ഒന്ന് കിട്ടുന്നതിനെക്കാട്ടും ബെറ്ററായിട്ട് നമുക്ക് 2 വാങ്ങാം ബൈ വൺ ഗെറ്റ് വൺ ഓഫറുള്ള സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ 50% ഓഫുള്ള സമയത്ത് വാങ്ങാം കേട്ടോ. ഞാൻ ഓൺ സൈറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ 02 പ്ലം പഞ്ചാണ് കേട്ടോ. അതല്ലാണ്ട് എൻ്റെ കയ്യിൽ വേറെ 2 ഷെയ്ഡും കൂടി ഉണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് മമാർത്തിൻ്റെ വേറെ 2 ഷെയ്ഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 03 ഗ്രേപ്പ് വൈൻ ഉണ്ട്, പിന്നെ 02 മൾബറി പിങ്ക് ഉണ്ട് കേട്ടോ. ഇത് രണ്ടും 3.5 g ആണ്. ഇതുപോലെ ഇങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്, ബൈ വൺ ഗെറ്റ് വൺ. പക്ഷെ ഞാൻ ഇനി ഒരു റിസ്ക് എടുക്കാൻ നിന്നില്ല, ഒരേ കളർ തന്നെ എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ വന്നിട്ടുള്ള 2 ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കാണിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ കാണിക്കാം. ഇതാണ് ഗ്രേപ്പ് വൈൻ കേട്ടോ. ഇതാണ് ഗ്രേപ്പ് വൈൻ. ആൻഡ്
മൾബറി പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പിങ്കാണ് കേട്ടോ. അയ്യോ ഇതല്ല, നല്ല ഡാർക്ക് പിങ്കാണ്. ഇത് രണ്ടുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ്സ് പൊതുവെ എനിക്ക് ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആണ് ഭംഗി എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ചില സമയത്തൊക്കെ ഇതിടാറുണ്ട്. കാരണം ഇരിക്കട്ടെ എന്നുള്ള ആ ഒരു നല്ല ലിപ്സ്റ്റിക് ഇടണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇതിടാറുണ്ട്, മൾബറി പിങ്ക് കേട്ടോ. അല്ലാത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാത്ത പോലെ തോന്നും, ചുണ്ടുമിൽക്കാണ്ട് ചേർന്നതാവാത്ത പോലെയാണ്. ഗ്രേപ്പ് വൈൻ കേട്ടോ. ഇത് രണ്ടുമാണ് എൻ്റെ കയ്യിലുള്ള വേറെ രണ്ടെണ്ണം. ബട്ട് ദിസ് ഈസ് മൈ ഫേവറേറ്റ് വൺ, പ്ലം പഞ്ച്. പ്ലം പഞ്ച് ഒരു രക്ഷയില്ലാത്ത ലിപ്സ്റ്റിക്. എല്ലാവരും കുറേ പേര് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളവരുണ്ട്. പിന്നെ എൻ്റെ കസിൻസൊക്കെ ചോദിച്ചിട്ട് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ മമാർത്തിൻ്റെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഗൈസ്. ബൈ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് മമാർത്തിൻ്റെ പ്ലം പഞ്ചാണ് ലിപ്സ്റ്റിക്ക്. അതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. കുറച്ചുകൂടെ വേറെ ഒരു മജന്ത ഷെയ്ഡായിരുന്നു ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനേട്ടോ. എന്തിങ്ങനെ മാറിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം ഇത് ഈ ഒരു ഫ്ലേവർ ഇതായിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൺലൈനിൽ വാങ്ങിയതിൻ്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല. ഞാനൊന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. മാറിയാണോ ഗൈസ് വന്നിട്ടുള്ളത്? നിങ്ങളെന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. നിങ്ങൾ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ടേബിളിൻ്റെ പുറത്താണെങ്കിൽ ഇല്ലാത്ത കുണ്ടാവണ്ടികളില്ല. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്ത് തീർത്ത് വെച്ചിട്ടുള്ളത്. അത് ഈ ഒരു ഷെയ്ഡ് എല്ലാം എനിക്ക് തോന്നി. ആണോ? പക്ഷെ നിങ്ങൾ നോക്ക്, ഇത് കാണുമ്പോൾ ആ ഷെയ്ഡല്ല, ഇടുമ്പോൾ പക്ഷെ മറ്റേ ഷെയ്ഡെന്നായിട്ട് തോന്നി. കണ്ടോ? ചെറിയൊരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ, അതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഇതിൻ്റെ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഞാനിത്. ബാക്കിയുള്ള ഞാൻ ആ മറ്റേ സാധനം യൂസ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ സ്റ്റിക്ക് കൊണ്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യാം. നല്ലോണം തുടയ്ക്കണം, എന്നാലേ ഇത് രണ്ടെണ്ണം കൂടി മിക്സ് ആവരുതല്ലോ. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി യൂസ് ചെയ്തത് പ്ലം പഞ്ച് കേട്ടോ. പ്ലം ഇത് മിക്സ് ആയി കിടക്കുന്നുണ്ട്. കുറച്ച് ഭാഗം വൈപ്പ് ചെയ്യാം. നമ്മൾ മറ്റേ ഇതിലൊക്കെ കണ്ടില്ലേ, എന്തെങ്കിലും ക്രിമികളുണ്ടെങ്കിൽ അതൊന്നും ലീവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അതുകൊണ്ടല്ല ഞാൻ വൈപ്പ് ചെയ്തത്. ഞാൻ രണ്ട് ലിപ്സ്റ്റിക്ക് ചില സമയത്ത് മിക്സ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിടന്നതുകൊണ്ട് ഞാൻ ഒന്ന് വൈപ്പ് ചെയ്തതാണ് കേട്ടോ. ഇത് 02 തന്നെ മൾബറി പിങ്ക് ആണ് വരുന്നത്. മൾബറി പിങ്ക് ഇതാട്ടോ. ഞാൻ നിങ്ങളെടുത്ത് അതായത് എടുത്ത് വെച്ച വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ ഇറിച്ച് നിൽക്കുമെന്ന്. ഇങ്ങനെ ഇറിച്ച ഒരു റോസ് ഇങ്ങനെ ഇരിക്കും. ഇത് ഷൂട്ടിനൊക്കെ ബെറ്ററാണ്. പിന്നെ ഈ കളർ സാരി ഉടുക്കുമ്പോൾ ഇത് നല്ലതായിരിക്കും. സാരി നല്ല ഒരു കോസ്റ്റ്യൂം ഇടുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, ഒരു ബന്ധമില്ലാത്ത പോലെ ഉണ്ടെന്നത്. എനിക്ക് ചിരി വരുന്നുണ്ട് ഗൈസ്. ഉണ്ടോ? കൊള്ളൂലല്ലേ? എനിക്കിഷ്ടമായില്ല, നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവില്ല എനിക്കറിയാം. കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത് ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ, ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ഡസ്കി സ്കിൻ ടോണിൻ്റെ ഷൂട്ട് ചെയ്യുവാണെന്ന് വിചാരിച്ചോ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഡസ്കി സ്കിന്നിനെ ഇങ്ങനെ ഇറച്ച് നിൽക്കണം. അതായത് ഈ ഒരു ടോണുകാർ ഒരു എന്താ പറയുക, ഒരു തത്തപ്പച്ച കിളിപ്പച്ച എന്നൊക്കെ പറയില്ലേ, ഈ കളറൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്നും നന്നായിട്ട് ഇറച്ച് നിൽക്കില്ലേ. അപ്പം ഇടുമ്പോൾ നല്ല രസമുണ്ടാവും ഫോട്ടോഷൂട്ടിൻ്റെ ടൈമിൽ. അപ്പം അതുപോലെ ഇടാൻ പറ്റിയൊരു സ്കിൻ, അതായത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇറച്ച് നിൽക്കുന്ന ഒരു കളറാണ് ഈ ഒരു ടോൺ കേട്ടോ.
അപ്പം ആ ഷൂട്ടിന് ചിലപ്പോൾ ഇതിടാൻ പറ്റും, അല്ലാണ്ട് ഞാൻ അതിട്ടിട്ട് നാട്ടുകാരെ മുന്നിൽ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പം അത് സീനല്ല, വെറുതെ ചോറിയാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോറിഞ്ഞ് മാന്തി ആ കാലമ്പാവും. അപ്പം ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇത് ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ പറയണേ. അടുത്തത് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ ഞാൻ ഫുൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം വന്നത്. അതായത് ആ വീഡിയോയിൽ ഞാൻ ലിപ്സ്റ്റിക്കുകളൊക്കെ കാണിച്ചു, പക്ഷേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ട് കാണിച്ചതല്ല, അതായത് പോട്ട് കാണിക്കാതെ ഇരുന്നത് ആ പ്രോബ്ലം. അപ്പോൾ അത് ഞാനൊന്ന് വൈപ്പ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് വൈപ്പ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് അല്ലേ ലിപ്സ്റ്റിക്ക് ഇടുക, അപ്പം മേക്കപ്പിൻ്റെ ലാസ്റ്റ് ഇടുന്നതാണ്. ഇനി മുതൽ ആദ്യം ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങണമെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്ന ആൾക്കാരുണ്ടാവില്ലേ. നമുക്ക് ലാസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് ഈ ഒരു കളർ എന്ന് പറയുന്നത് ഗ്രേപ്പ് വൈനാണ് കേട്ടോ. 03 ഗ്രേപ്പ് വൈൻ മമാർത്തിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് നോക്കുകയാണ്. എന്തെങ്കിലും ഓഫറൊക്കെ വരികയാണ് മമാർത്തിനെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് പ്ലം പഞ്ചാണ് കേട്ടോ. അപ്പോൾ പ്ലം പഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇതാണ് ഗ്രേപ്പ് വൈന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. ഇത് രണ്ട് ഇതൊക്കെ ഇടുമ്പോൾ ഇത് ഈ ഒരു ഷെയ്ഡിലാവും. ഫസ്റ്റ് ഒറ്റ ഇതിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് പറയണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക് ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻ്റ് ഒക്കെ ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, പുതിയ ചാനലായതുകൊണ്ടാണ് കേട്ടോ. പുതിയ ചാനൽ നല്ല അങ്ങനെ അപ്ലോഡിങ് കുറവായിരുന്നു എൻ്റെ ചാനലിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലിപ്സ്റ്റിക് വീഡിയോ, അതായത് മമ്മാർത്ത ലിപ്സ്റ്റിക് വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ഇനി ഞാൻ എല്ലാ ദിവസങ്ങളിലും പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്നും കൂടി പറയാണ്. താങ്ക് യു.